എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ ഹൈ റേഞ്ച് ഡ്രീംസിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ബീട്രൂട്ട് വെച്ചിട്ട് ഒരു ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബീട്രൂട്ടിൻ്റെ തൊലിയെല്ലാം ഒരു കത്തി ഉപയോഗിച്ച് നന്നായിട്ട് കളയാം. തൊലി കളഞ്ഞ ബീട്രൂട്ട് വെള്ളത്തിൽ വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. കത്തി ഉപയോഗിച്ച് ബീട്രൂട്ടിനെ കഷ്ണങ്ങളാക്കി മാറ്റാം. ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ബീട്രൂട്ട് പീസസ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഉരുകിയ നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായി കളർ മാറിയ കാഷ്യൂവിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുന്നവരെ ഇളക്കിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്ത് കോരി മാറ്റി വയ്ക്കാം. ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ ആദ്യം ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൽ ജലാംശമൊക്കെ ഒന്ന് നന്നായി മാറണം. ബീട്രൂട്ടിലേക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടിപിടിക്കാതെ നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഹൽവയ്ക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ബീട്രൂട്ട് ഹൽവയുടെ ടെക്സ്ചറിലേക്ക് മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് ആദ്യം വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹൽവയെ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് കോരി മാറ്റാം. ഹൽവയുടെ ടേസ്റ്റ് നമുക്കൊന്ന് രുചിച്ച് നോക്കാം.